ഹായ്, എല്ലാവർക്കും ന്യൂട്ടൺ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെല്ലിയാമ്പതിയിൽ വന്ന് നെല്ലിയാമ്പതിയിൽ കാണേണ്ട മെയിൻ ആയിട്ടുള്ള സ്പോട്ടുകളെല്ലാം കണ്ടിരുന്നു. നമുക്ക് ഒരുപാട് വേഴാമ്പലുകളുടെ കാഴ്ചകളെല്ലാം കൂടി കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ നെല്ലിയാമ്പതി വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നെല്ലിയാമ്പതിയിൽ തന്നെ കാടിനകത്ത് ഏകദേശം 21 കിലോമീറ്റർ അകത്തായിട്ട് നമുക്കൊരു സ്റ്റേ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആനിമൽസിനെല്ലാം നമുക്ക് കാണാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേയിലേക്ക് പോകാനായിട്ടുള്ള ഒരു കാരണവും. അപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതിയിലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിസ് ചെയ്ത ആ വ്യൂ പോയിൻറ്റ്സ് എല്ലാം കണ്ട്, അതായത് 3 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, ആ 3 വ്യൂ പോയിൻറ്റ്സും കണ്ട് നമ്മുടെ സ്റ്റേയിൽ പോയി അവിടെ ഒരു നൈറ്റ് കാടിനകത്ത് സ്റ്റേ ചെയ്തതിന് ശേഷം റിട്ടേൺ നാളെ രാവിലെ തിരിച്ച് നമ്മൾ കാട് ഇറങ്ങാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ ഇന്നെന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് ഈ കാണുന്ന ജീപ്പ് എടുത്തിട്ടാണ് നമ്മളിന്ന് നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്നത്. നമ്മൾ സാധാരണ ഈ ജീപ്പ് സഫാരി പോകുന്ന അതേ റൂട്ടിലൂടെ തന്നെ ഈ കാണുന്ന വഴിയിലൂടെ റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ കാടിനകത്തേക്ക് കയറുന്നത്. ഇതേ റൂട്ടിൽ തന്നെ നമുക്കൊരു 3 വ്യൂ പോയിന്റുകൾ കാണാനുണ്ട്. അപ്പോൾ നെല്ലിയാമ്പതി നമ്മൾ യാത്ര പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ജീപ്പ് സഫാരി ചൂസ് ചെയ്യാനും അതുപോലെ ഈ ഒരു 3 വ്യൂ പോയിന്റിലേക്ക് പോകാനും പറ്റും. അങ്ങനെ ഈ ഒരു വഴിയിലേക്ക് കയറി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ മേഞ്ഞ് കിടക്കുന്ന ഒരു മ്ലാവായിരുന്നു. ഈ ഒരു ഭാഗത്തെല്ലാം എപ്പോഴും വണ്ടിയും ആളനക്കവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള അനിമൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഈ കാണുന്ന മ്ലാവും ഒറ്റയ്ക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് ഇവിടെ മേഞ്ഞ് കിടക്കുന്നത്. എന്തായാലും കുറച്ച് നേരം നിന്ന് മ്ലാവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയത്. ഇനി നമ്മൾ പോകുന്ന വഴി കംപ്ലീറ്റ് ആയിട്ട് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഓഫ് റോഡുകൾ തന്നെയാണ്. സാധാരണ നമ്മൾ ഈ പോകുന്ന 3 വ്യൂ പോയിന്റ് അല്ലാതെ അവിടെ നിന്ന് വീണ്ടും കാടിനകത്തേക്ക് ഏകദേശം 21 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു സ്റ്റേയിലേക്ക് എത്താൻ. നമ്മൾ നേരെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 4 മണി 5 മണി വരെയൊക്കെയാണ് നമുക്ക് അകത്തേക്ക് കയറി പോകാൻ പറ്റൂ. അങ്ങനെ ഈ ഒരു ഭാഗം എത്തുമ്പോൾ തന്നെ ഒരുവിധം നല്ല രീതിയിലുള്ള ഓഫ് റോഡിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ടേക്ക് പോകും തോറും, അതായത് 3 വ്യൂ പോയിൻ്റാണ് നമ്മൾ സാധാരണ ഇവിടെ കാണാനായിട്ട് പോകാറുള്ളത്. ആ 3 വ്യൂ പോയിന്റ് കഴിഞ്ഞ് വീണ്ടും കാടിനകത്തേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അതിമനോഹരമായിട്ടുള്ള എക്സ്ട്രീം ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ എന്തായാലും പുറകെ നമുക്ക് കാണാം. അങ്ങനെ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് നമ്മളെത്തി. ഇവിടെ നിന്ന് പാസ് എല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പാസ് കിട്ടാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരാൾക്ക് 50 രൂപയും അതുപോലെ ഒരു വണ്ടിക്ക് 100 രൂപയും പാസ് എടുത്തതിന് ശേഷം വേണം അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ ഞാനും ഈ ഡ്രൈവറും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചിലവായത് 150 രൂപയാണ്. അങ്ങനെ ഇവിടെ നിന്ന് കയറി തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചെളിയും മണ്ണും ഒക്കെ ആയിട്ടുള്ള വഴികളാണ്. നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തൊട്ട് കാടായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ ഈ പോകുന്ന വഴിയുടെ കണ്ടീഷൻ നല്ലപോലെ ഓഫ് റോഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറും. ഇത്രയും ഓഫ് റോഡ് ആയിട്ടുള്ളൊരു വഴി ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് ജീപ്പിന് മാത്രമാണ് പോകാൻ പറ്റുക. അതുപോലെ തന്നെ 2 വീൽ ഡ്രൈവ് ആയിട്ടുള്ള ജീപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 വ്യൂ പോയിന്റ് വരെയൊക്കെ പോയി കണ്ടിട്ട് വരാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിലേക്ക് പോകുന്ന ഒരു വഴി നമ്മൾ ഈ കാണുന്ന വഴി ഒന്നുമല്ല. ഇതിനേക്കാളും ഓഫ് റോഡ് ആയിട്ടുള്ള വഴി കൂടിയാണ് ഇനി നമുക്ക് പോകാനുള്ളത്. നമ്മൾ വണ്ടി ഇടത്തോട്ട് വളച്ചു കഴിഞ്ഞാൽ വലത്തോട്ട് പോകുന്ന രീതിയിലുള്ള വഴികളാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ പുറകെ വരുന്നുണ്ട്. നമ്മളെന്തായാലും ഈ പോകുന്ന വഴിക്ക് നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് താറാണെങ്കിൽ പോലും വണ്ടിക്ക് നല്ല രീതിയിൽ പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഈ ഒരു ജീപ്പ് സഫാരി എടുക്കുന്നത് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.
അങ്ങനെ കുറച്ച് നേരത്തെ ഓഫ് റോഡിങ്ങിനുള്ള ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തി. കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ്. ഇതുപോലെ തന്നെ ഒരു 3 വ്യൂ പോയിന്റാണ് നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാനായിട്ടുള്ളത്. സാധാരണ നമ്മൾ നെല്ലിയാമ്പതി വന്നിട്ട് ഈ ഒരു ജീപ്പ് സഫാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 വ്യൂ പോയിന്റുകൾ വരെ മാത്രമാണ് നമുക്ക് പോകാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു സ്റ്റേ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാടിനകത്തേക്ക് ഏകദേശം 21 കിലോമീറ്ററോളം പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വൈൽഡ് അനിമൽസിനെ പോകുന്ന വഴിക്ക് സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഇനി അനിമൽസിനെ കാണാനായിട്ട് നിർബന്ധമുള്ള ആളുകൾ വീക്കെൻഡിൽ പരമാവധി ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ നോക്കുക. കാരണം ഒരുപാട് വണ്ടികളും ആളുകളും എല്ലാം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 വ്യൂ പോയിന്റ് പോകുന്ന വഴിക്കൊന്നും നമുക്ക് ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതല്ല, ഇനി വീക്കെൻഡ്സിലും ആനിമൽസിനെ കണ്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റേയിലേക്ക് നിങ്ങളൊന്ന് പോയാൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാടിനകത്തൂടെ ഏകദേശം ഒരു 21 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റേയിലേക്ക് എത്തുക. ശരിക്കും അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി നെക്സ്റ്റ് വ്യൂ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 വ്യൂ പോയിന്റുകളും കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്റ്റേയിലേക്ക് പോകാൻ പറ്റൂ. കാരണം നമ്മൾ പോകുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ വ്യൂ പോയിന്റ്സ് എല്ലാം ഉള്ളത്. ഇങ്ങോട്ടേക്ക് പോകുന്നതിനായിട്ട് ഈ ഒരൊറ്റ വഴി മാത്രമാണുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ നല്ല ചെളിയുള്ള ഏരിയ എല്ലാം കാണാൻ പറ്റും. നമ്മൾ മഴക്കാലത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കഷ്ടമായിട്ടുള്ള രീതിയിലായിരിക്കും മിക്ക സ്ഥലങ്ങളിലും ചെളിയെല്ലാം നിറഞ്ഞു കിടക്കുക. അതുപോലെ തന്നെ നല്ല കയറ്റമുള്ള സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ വണ്ടിയുടെ ടയർ പിടിക്കാതെ ഇങ്ങനെ തെന്നിക്കളിക്കുന്നതിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇത്രയും വേനലായിട്ടുള്ളൊരു ടൈം ആയിട്ട് പോലും ഈ വഴിയിലെല്ലാം എത്രത്തോളം ചെളി ഉണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഈ കാണുന്ന ചെളിയും മണ്ണും കല്ലും എല്ലാം നിറഞ്ഞ അടിപൊളി ഓഫ് റോഡ് വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് വാവച്ചേട്ടനാണ്. അങ്ങനെ കുറച്ച് നേരം ചെളിയിലൂടെയൊക്കെ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നെക്സ്റ്റ് വ്യൂ പോയിന്റ്, അതായത് സെക്കൻഡ് വ്യൂ പോയിന്റിലേക്ക് എത്തി. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നേരെ കാണുന്ന ആ ഒരു റോഡിലൂടെയാണ് നമ്മുടെ ഭ്രമരം സിനിമയിൽ മോഹൻലാൽ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിനെ ഭ്രമരം വ്യൂ പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ആ കാണുന്ന മലയിൽ നിൽക്കുന്ന 2 ആനകളായിരുന്നു. ആനകളെന്ന് പറഞ്ഞാൽ ഒരു അമ്മയാനയും അതുപോലെ ഒരു ചെറിയ കുട്ടിയാനയും. ഈ ആനകൾ നിൽക്കുന്ന മലയുടെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി കാട്ടിയും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ അധികം സൂം ചെയ്ത് നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ സമയത്തൊക്കെ ഈ ആനകൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവരോടൊപ്പം തന്നെ വേറെ 3 ആനകളും ഉണ്ടായിരുന്നു. എന്തായാലും ആ 3 പേരെ ഈ കൂട്ടത്തിൽ കാണാനില്ല. ഇപ്പോൾ ഈ ഒരു അമ്മയും കുഞ്ഞും മാത്രമാണ് നമ്മുടെ ഈ ഒരു മലഞ്ചെരുവിൽ നിൽക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി നെക്സ്റ്റ് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ വ്യൂ പോയിന്റ് ഓരോന്ന് കഴിയുന്തോറും റോഡിൻ്റെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു വഴിയുടെ കണ്ടീഷൻ നല്ല രീതിയിൽ മോശമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്തായാലും സെക്കൻഡ് വ്യൂ പോയിന്റിൽ നിന്ന് 3ാമത്തെ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയ രീതിയിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ആനക്കൂട്ടം, അതായത് അമ്മയാനയും കുട്ടിയാനയും നിൽക്കുന്നത് നമ്മൾ ഈ പോകുന്ന വഴിയുടെ സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള റേഞ്ചിൽ അവരെ കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് ധൃതിയിലായിരുന്നു പോയത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ ജീപ്പുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്ന പോലെ തന്നെ താഴെയായിട്ട് ആ അമ്മയാനയും കുട്ടിയാനയും നിൽക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നെല്ലിയാമ്പതി വരുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആനകളെ കാണാൻ പറ്റുമെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ആനകളെ കാണാനായിട്ട് ചാൻസ് ഉള്ളത് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റൂട്ടിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീക്കെൻഡ്സിലാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ആനിമൽസിനെയൊക്കെ കാണുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഒരുപാട് വണ്ടികൾ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് കയറാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു 3 വ്യൂ പോയിന്റ് കഴിയുന്നവരെ നമുക്ക് ആനിമൽസിനെ കാണുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ കുറച്ച് നേരം നിന്ന് കാട്ടിയുടെയും ആനയുടെ എല്ലാം കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ആന ചിഹ്നം വിളിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു. നമ്മുടെ തൊട്ട് മുമ്പ് പോയ ജീപ്പുകാരുടെ നേരെ ചാർജ് ചെയ്തതിൻ്റെ സൗണ്ടായിരുന്നു. അങ്ങനെ ആന വഴിയിൽ തന്നെ ഉണ്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ചാണ് സൗണ്ട് കേട്ടത്. പക്ഷേ ആന ഇവിടെ നിന്ന് മുകളിലേക്കോ താഴേക്കോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് ആന ഉണ്ടോ എന്നുള്ളത് നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 3ാമത്തെ വ്യൂ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് വീണ്ടും മുന്നോട്ട് പോയി. നമ്മൾ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ ആന ചവിട്ടി ഇറങ്ങിയതിൻ്റെ പാടെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന വഴിയിലൂടെയാണ് ആന പോയെങ്കിൽ സാധാരണ ഈ പുല്ലെല്ലാം പറിച്ച് വഴിയിലിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ആന ജസ്റ്റ് അതിലെ പാസ് ചെയ്ത് പോയതാണെന്നുള്ളത് കൺഫേം ആണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിയുടെ തൊട്ട് സൈഡിലായിട്ട് ഒരു കാട്ടി. നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു റൂട്ടിൽ പോയപ്പോഴേക്കും ആകെ ഒരു കേഴമാന മാത്രമാണ് കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇതുപോലെ ഒരു കാട്ടിയെ കിട്ടിയപ്പോഴേക്കും നമ്മൾ ഹാപ്പി. പക്ഷേ നമ്മുടെ ഈ ഒരു യാത്ര മുന്നോട്ട് പോയപ്പോഴാണ് ഈ നിന്ന കാട്ടിയുടെ ഒന്നും വിഷ്വൽസ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത്.
കാരണം ഇനി പോകുന്ന വഴിക്ക് ഇനി വരാനുള്ള വിഷ്വൽസൊക്കെ നിങ്ങളൊന്ന് കണ്ടുപോയിക്കോ. അത് ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ കാട്ടിയുടെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പോകാനായിട്ട് ജീപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ കാണുന്ന കാട്ടി ആ ഒരു സൗണ്ട് കേട്ട് പേടിച്ചോടിയത്. അങ്ങനെ കാട്ടികളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ 3rd വ്യൂ പോയിന്റിലേക്ക് എത്താറായപ്പോഴേക്കും നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാടിനകത്തൂടെ പോകുമ്പോൾ ചെറിയ രീതിയിൽ ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിൽ ചെറിയൊരു പേടിയും തോന്നാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും പേടിക്കാൻ വരട്ടെ, ഇതിനേക്കാളും പേടിക്കാനുള്ള വിഷ്വൽസാണ് ഇനി പുറകെ വരാനുള്ളത്. ആ വിഷ്വൽസൊക്കെ നമുക്കിനി രാത്രി കാട്ടിൽ കയറിയതിന് ശേഷം കാണാം. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നിരുന്ന ആളുകളാണ് നമുക്ക് തൊട്ടു മുമ്പ് പോയ ആ ജീപ്പിലുണ്ടായിരുന്നത്. അവരുടെ നേരെയാണ് ആന ചാർജ് ചെയ്ത് വന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിന്നപ്പോഴാണ് നമ്മൾ നിന്ന ആ ഒരു മലയുടെ തൊട്ട് സൈഡിലായിട്ട് ഒരു കാട്ടി നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ കാട്ടിയുടെ വിഷ്വൽസ് എല്ലാം എടുത്ത് നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ നേരെ ഉരുട്ടി നമ്മുടെ ജീപ്പ് ഡ്രൈവർ വാവച്ചേട്ടനാണ് ആ മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല ഗോൾഡൻ ലൈറ്റിൽ നമ്മളിങ്ങനെ ഒരു സൺസെറ്റ് എല്ലാം ആസ്വദിച്ച് നല്ല അടിപൊളി ഒരു ഫോട്ടോയും ഇവിടെ നിന്ന് എടുത്തതിന് ശേഷമാണ് നമ്മുടെ സ്റ്റേയിലേക്ക് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും നമ്മൾ നേരെ കാടിനകത്തേക്ക് കയറി. ഇനി ഈ കാണുന്ന വഴി നമ്മൾ ഈ ഒരു സ്റ്റേയിലേക്ക് പോകുന്ന ആളുകൾ മാത്രമായിരിക്കും ട്രാവൽ ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനിമൽസിനെ കൂടുതലായിട്ടും കാണാനായിട്ടുള്ള ചാൻസും ഉണ്ട്. സാധാരണ നമ്മൾ ജീപ്പ് സഫാരി എടുക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു വ്യൂ പോയിന്റ് വരെ, അതായത് നമ്മൾ സൺസെറ്റിൻ്റെ ആ ഒരു ഫോട്ടോ എല്ലാം എടുത്തല്ലോ, ആ ഒരു ഏരിയ വരെ മാത്രമാണ് ജീപ്പുകൾ വരാറുള്ളത്. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ റിസോർട്ടിലേക്കുള്ള വഴിയാണ്. ഈ ഒരു വഴി തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറമ്പിക്കുളത്ത് പോകുമ്പോഴേക്കും തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിലൂടെ ഒരു വഴി കാണാൻ പറ്റും. ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ചെന്നെത്താനും പറ്റും. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആ ഒരു റൂട്ടിലേക്ക് പോകാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റിസോർട്ട് വരെ മാത്രമാണ് പോകാൻ പറ്റുക. അങ്ങനെ രാത്രി നമ്മൾ ഈ ഒരു കാട്ടിലൂടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം കാട്ടികളായിരുന്നു. നമ്മൾ പോകുന്ന ആ ഒരു വഴിയിൽ തന്നെ വഴി ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ കാട്ടികളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വഴി മാറി തരാനായിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയത്. അങ്ങനെ കാട്ടിയുടെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഒരു വലിയ മ്ലാവ് നിൽക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇതുപോലെ ഫോറസ്റ്റ് റോഡിലൂടെ എല്ലാം നൈറ്റിൽ പോകുമ്പോൾ പലതവണ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാട്ടികൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം കാട്ടികൾ ഒരുമിച്ച് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അതും വളരെ ക്ലോസ് ആയിട്ടുള്ള റേഞ്ചിലായിരുന്നു അവർ നിന്നിരുന്നത്. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് മുന്നോട്ടെടുത്ത് ചെന്നിട്ടും ഇവരുടെ അടുത്ത് ചെന്നിട്ട് പോലും അവർ വഴി മാറി തരുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഈ കാട്ടികളെല്ലാം നമ്മൾ ജീപ്പായിട്ട് അടുത്ത് ചെല്ലുമ്പോൾ ജീപ്പിൻ്റെ സൗണ്ട് കേട്ട് പേടിച്ച് സൈഡിലേക്ക് പെട്ടെന്ന് മാറാറുള്ളതാണ്. ഒരുപക്ഷെ ഇവിടെയുള്ള കാട്ടികൾക്കെല്ലാം ഈ ജീപ്പിൻ്റെ സൗണ്ടും ജീപ്പെല്ലാം കണ്ട് വളരെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അവരതൊന്നും കൂസാക്കാതെ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും ഇവർ മാറിത്തരുന്ന ലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ റോട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് കയറിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു വഴി കയറി നേരെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇനി നമുക്ക് യാത്ര മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. എന്തായാലും നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് കാട്ടികളെ ഇതുപോലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളും വളരെ ഹാപ്പി. ഈ ഒരു വിഷ്വൽ കണ്ടപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നത്, നമ്മൾ ഈ നാട്ടുമ്പുറങ്ങളിലൂടെ എല്ലാം പോകുമ്പോൾ പശുക്കളെല്ലാം റോഡിലിങ്ങനെ വഴി മാറാതെ നിൽക്കില്ലേ, ആ ഒരു കാഴ്ചയാണ്. എന്തായാലും ഒരുപാട് കാട്ടികളെ നമുക്കിങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ കിട്ടിയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കുറേ വിഷ്വൽസും കിട്ടി. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ലൈറ്റുകൾ കാണുന്നില്ലേ, അത് നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള മറ്റൊരു റിസോർട്ടാണ്. മൂന്നാമത്തെ വ്യൂ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ആയുർ വാലി എന്ന് പറയുന്ന നമ്മൾ പോകുന്ന ആ ഒരു റിസോർട്ടിൻ്റെ ഇടയിൽ ആകെ മനുഷ്യ സാന്നിധ്യം ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു റിസോർട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റൂട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി നേരം വൈകുന്നതിന് മുമ്പ്, അതായത് സന്ധ്യ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, നമ്മൾ ഈ പോകുന്ന വഴിക്കൊന്നും തന്നെ നമ്മുടെ മൊബൈലിന് റേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്ടർ. അതുപോലെ തന്നെ ഒരുപാട് ആനിമൽ ഡെൻസിറ്റി ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഏത് ടൈമിലും ആനയോ കാട്ടിയോ ഒക്കെ ആയിട്ട് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇതുപോലെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടിക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗണോ എന്തെങ്കിലും വന്നാൽ പോലും നമ്മുടെ മൊബൈലിന് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നതും കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിസോർട്ട് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു 8-9 കിലോമീറ്റർ ദൂരം, ആ ഒരു ദൂരത്തിൽ മറ്റൊരു വീടോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് വെച്ചാണ് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ആ ഒരു റിസോർട്ടിലേക്ക് ആൾ വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷനുള്ളൂ. നമ്മളിപ്പോൾ കാണുന്ന ഈ വളരെ തിക്കായിട്ട് മരങ്ങളെല്ലാം നിൽക്കുന്ന ഈ ഒരു വഴി, ഇത് നമുക്ക് ആയുർ വാലിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇനി ആയുർ വാലി എത്തുന്നത് വരെ നമുക്ക് ഈ ഒരു ഭാഗത്തെങ്ങും തന്നെ യാതൊരുവിധ മനുഷ്യ സാന്നിധ്യവും കാണാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന കാര്യമൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കി. ഇത്രയും നാരോ ആയിട്ടുള്ള ഈ ഒരു ഫോറസ്റ്റ് റോഡിൽ നമ്മൾ പോകുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു വളവ് വളഞ്ഞങ്ങ് ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ ഒരു അടിപൊളി കൊമ്പൻ നിൽക്കുന്നു. നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പോലുള്ള സ്ഥലമില്ല. എന്ത് ചെയ്യുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും നൈറ്റ് ടൈമിൽ ഇങ്ങനെയുള്ളൊരു കാട്ടിലൂടെ ഇങ്ങനെ ഒറ്റപ്പെട്ടൊരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ സൈറ്റിംഗ് ഈ കാണുന്ന മ്ലാവിൻ്റെ ഫാമിലിയാണ്. അമ്മയും കുഞ്ഞും അതുപോലെ മെയിലായിട്ടുള്ളൊരു മ്ലാവും. എന്തായാലും നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി കുറച്ചു നേരം നിർത്തി കൊടുക്കുകയും ചെയ്തു. എന്തായാലും അമ്മയും കുഞ്ഞും നേരെ ലെഫ്റ്റിലേക്ക് കയറിപ്പോയപ്പോൾ ഈ കാണുന്ന മെയിലായിട്ടുള്ള മ്ലാവ് കുറച്ചു നേരം നമ്മൾ നോക്കിയതിന് ശേഷം റൈറ്റ് സൈഡിലേക്കും കയറിപ്പോയി. അങ്ങനെ മ്ലാവുകളുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ നല്ല ഓഫ് റോഡ് ആയിട്ടുള്ള ഈ ഒരു വഴിയെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിസോർട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്കുള്ള ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും റൈസും ചിക്കൻ കറിയും പെപ്പർ ചിക്കനും ചിക്കൻ ഫ്രൈയും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റമൊക്കെ ആയിട്ട് അവർ ഫുഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ രാത്രി ആയതുകൊണ്ടും ഇത് കാടിന് നടുക്കുള്ളൊരു സ്റ്റേ ആയതുകൊണ്ടും അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പുറത്ത് പോയി കുറച്ച് നേരം ക്യാമ്പ് ഫയറിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ പോയി കിടന്നു തുടങ്ങിയത്. അങ്ങനെ നെക്സ്റ്റ് ഡേ അതിരാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. വേറൊന്നുമല്ല, നല്ല പച്ച പൊതിച്ച് നിൽക്കുന്ന കുറേ മലകളും ചെറിയ കോടമഞ്ഞും സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ടൈമും. നമ്മുടെ ഈ ഒരു സ്റ്റേ നിൽക്കുന്നത് കാടിനകത്തുള്ള ഒരു പ്ലാന്റേഷൻ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നതും കൃഷി തന്നെയാണ്. ശരിക്കും നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയൊന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിനകത്ത് ഏകദേശം 21 കിലോമീറ്ററോളം അകത്തേക്ക് വന്നിട്ട് അവിടെ ആളുകൾ താമസിക്കുന്ന ചെറിയൊരു പ്ലാന്റേഷൻ ആയിട്ടുള്ള സ്ഥലം. ഇതേ സ്ഥലത്ത് തന്നെ കവുങ്ങും കുരുമുളകും ഏലവും അങ്ങനെ ഒരുപാട് കൃഷിയെല്ലാം നടക്കുന്ന സ്ഥലത്തിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ആ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. ഇന്നലെ നൈറ്റിൽ നമ്മൾ വന്ന വഴികളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വഴിയൊന്നും നല്ല ഭംഗിയിൽ കാണാനും പറ്റിയില്ല. എന്തായാലും കാടിന് നടുവിൽ ഈ ഒരു ഹോം സ്റ്റേയിൽ അതിരാവിലെ നല്ലൊരു കട്ടനെല്ലാം കുടിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ കാണുന്നൊരു റോഡ് നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിലൂടെ പോകുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഫെൻസിങ് എല്ലാം വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ അത്രയ്ക്കും ആനിമൽസിൻ്റെ പ്രസൻസ് ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ആയുർ വാലി എന്നാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേയുടെ പേര്. ഈ ഒരു സ്റ്റേയുടെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ തന്നെയാണ്. കാരണം ഇത്രയും തിക്കായിട്ടുള്ളൊരു കാടിന് നടുക്ക് നല്ല ഭംഗിയുള്ളൊരു പ്ലേസിലാണ് ഈ ഒരു സ്റ്റേ ഉള്ളത്. നമ്മുടെ നോർമലായിട്ടുള്ള ലൈഫിലെ റഷ് എല്ലാം മാറ്റി വെച്ച് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേ ആണിത്. കാരണം ഈ കാടിന് നടുക്കായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം.
അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് വേണ്ടി കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു റിവർ ക്രോസിംഗ് കണ്ടു. നമ്മൾ ഇന്നലെ നൈറ്റ് വരുന്ന വഴിക്ക് ഈ ഒരു റിവർ ക്രോസിംഗ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാനോ ഈ ഒരു സ്ഥലം കാണാനോ ഒന്നും പറ്റിയില്ല. എന്തായാലും ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് പകർത്തിയിട്ടാണ് തിരിച്ചു പോയത്. നമ്മൾ ഇന്നലെ നൈറ്റ് പോകുന്ന വഴിക്ക് വളരെ നാരോ ആയിട്ടുള്ള ഒരുപാട് വഴികൾ കണ്ടല്ലോ. ആ ഒരു വഴിയുടെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ ശരിക്കും പറഞ്ഞാൽ ജീപ്പിൻ്റെ 2 ടയർ പാട് പോകാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും ഇതുപോലെ മണ്ണും പാറയൊക്കെ ആയിട്ട് നമുക്ക് സൈഡിലൊരു വലിയ ഭിത്തി പോലെ തന്നെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഇല്ലിക്കാടിൻ്റെ സൈഡിലായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ താഴെ ചരിവിലായിട്ട് പലപ്പോഴും ആനയെ കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആനയെ നോക്കി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം പാരക്കീറ്റ് ആയിരുന്നു. സാധാരണ നമ്മൾ പലപ്പോഴും കാട്ടിൽ കയറുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന പാരക്കീറ്റ്. ഇവരെ കാണാനായിട്ട് നല്ല ഭംഗിയാണെന്നുള്ളത് പോലെ തന്നെ ഇവർ കൂട്ടമായിട്ട് പറക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ടും ആ സ്പീഡിൽ പോകുന്നൊരു കാഴ്ചയൊക്കെ അതും ഒരു പ്രത്യേക രസം തന്നെയാണ്. അങ്ങനെ കുറച്ചധികം നേരം നിന്ന് നമ്മൾ പാരക്കീറ്റിൻ്റെ കുറച്ച് നല്ല വിഷ്വൽസ് എല്ലാം എടുത്തതിന് ശേഷമാണ് വീണ്ടും മുന്നോട്ട് പോയത്. അങ്ങനെ തത്തകളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ആണ്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് കുറച്ചുകൂടി ഓഫ് റോഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റിലേക്ക് വണ്ടി തിരിച്ചാൽ റൈറ്റിലേക്ക് പോകുന്ന ടൈപ്പ് വഴി. അതെന്താണെന്നുള്ളത് ഇപ്പോൾ പുറകെ വരുന്ന വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. വേറൊന്നുമല്ല, നമ്മൾ പോകുന്ന വഴിയിൽ ഈ കാണുന്ന രീതിയിൽ നല്ല കുത്തനെയായിട്ടുള്ളൊരു കയറ്റമുണ്ട്. ഈ ഒരു കയറ്റത്തിൽ ഇപ്പോൾ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. വണ്ടി ഇടത്തോട്ട് തിരിച്ചു പിടിച്ചിരിക്കുകയാണെങ്കിലും വണ്ടി തെന്നി വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അധികം ചെളിയൊന്നും ഉള്ളൊരു കണ്ടീഷനല്ല. അപ്പോൾ വേനലായിട്ടുള്ള ഒരു ടൈമിൽ ഇത്രയും തന്നെയാണ് വണ്ടി പോകുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ മഴക്കാലത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ വണ്ടി കയറുക എന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും നമ്മുടെ വാവച്ചേട്ടനൊക്കെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ ഈ ഒരു വഴി വണ്ടി എടുത്ത് മേലിലേക്ക് പോകും. എന്തായാലും ഇതുപോലെ ഓഫ് റോഡും അതുപോലെ അഡ്വഞ്ചറസും ആയിട്ടുള്ള ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഇന്നലെ ആ ഒരു സ്റ്റേയിലേക്ക് പോയതും ഇപ്പോൾ തിരിച്ചു പോകുന്നതും. എന്തായാലും കാടിനകത്ത് ഏകദേശം 21 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് ഇതുപോലൊരു സ്റ്റേയിൽ പോയി താമസിക്കാൻ പറ്റുന്നൊരു കണ്ടീഷൻ നമ്മുടെ കേരളത്തിൽ തന്നെ വേറെ ഏതെങ്കിലും കാട്ടിലുണ്ടോ എന്നുള്ളതും ഡൗട്ടാണ്. എന്തായാലും ഈ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ നല്ല രീതിയിൽ ആനച്ചൂരും ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴേക്കും നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് തന്നെ ആനയുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പിണ്ടവും കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ആന ഈ കാണുന്ന പുല്ലും ചെടിയെല്ലാം പറിച്ച് നമ്മൾ പോകുന്ന വഴിയിൽ ഇട്ടിരിക്കുന്നതും കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നലെ നമ്മൾ നൈറ്റ് പോയതിന് ശേഷമായിരിക്കും ആന ഇവിടെ വന്നിട്ടുണ്ടാവുക. അതിനുശേഷം രാവിലെ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ കാട്ടിലേക്ക് കയറിയിട്ടും ഉണ്ടാവും. ലക്ഷണം കണ്ടിട്ട് ഈ കാണുന്നൊരു വഴിയാണ് ആന മിക്കവാറും താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവുക. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴേക്കും റോഡിൻ്റെ നടുക്കായിട്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടവും കിടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാട്ടിൽ ആനയുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. അതോ ഇനി നമ്മൾ ഇന്നലെ കണ്ട ആനകൾ തന്നെയാണോ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു വഴിയിൽ പല ഭാഗത്തും നമുക്കിതുപോലെ ആന വലിച്ചിട്ടിരിക്കുന്ന ഈ ചെടികളും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടവും എല്ലാം കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റി. അങ്ങനെ ഇന്നലെ നമ്മൾ സ്റ്റേയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ആ ഒരു 3ാമത്തെ വ്യൂ പോയിൻ്റ് എത്താറായപ്പോഴേക്കും നല്ല രീതിയിൽ കോട അടിച്ചു തുടങ്ങി. നമ്മൾ ഈ പോകുന്ന വഴിക്ക് 2 സൈഡിലുമായിട്ട് നല്ല രീതിയിൽ കോട കാണാൻ പറ്റുന്നുണ്ട്. ഈ കോട ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വ്യൂ പോയിൻറ്റും അത്ര വിസിബിൾ അല്ല. ഈ കാണുന്നതായിരുന്നു നമ്മുടെ 3ാമത്തെ വ്യൂ പോയിൻറ്റ്. ഇന്നലെ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഷ്വൽസ് ഒന്നും പകർത്താൻ പറ്റിയില്ല. എന്തായാലും നല്ല കോട ആയതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ ആ ഒരു വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളൊന്നും പകർത്തിയില്ല. അങ്ങനെ ഈ കോടയും ഈ കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. വേറൊന്നുമല്ല, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഈ ഒരു മലയുടെ മുകളിലൂടെ മേഘം ഓടിപ്പോകുന്ന ആ ഒരു വേഗത, ശരിക്കും നല്ല സ്പീഡിലാണ് ഈ ഒരു മേഘം ഓടിപ്പോകുന്നത്. അങ്ങനെ മേഘത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള മലയിൽ നല്ല കോടയുടെ ഇടയിൽ 2 അടിപൊളി കാട്ടികൾ നിൽക്കുന്നത്. എന്തായാലും നല്ല ഡിസ്റ്റൻസിലും അതുപോലെ കോടയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അത്ര ഭംഗിയായിട്ട് നമുക്കിത് കവർ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന ആ ചെളിയും മണ്ണും കല്ലും എല്ലാം നിറഞ്ഞ ആ ഒരു വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതുപോലെ ഹാർഡായിട്ടുള്ളൊരു വഴിയിലൂടെയാണ് നമ്മൾ പോയതെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഫോറസ്റ്റ് വീഡിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ആ ഒരു തിരക്കിൽ നിന്നെല്ലാം മാറി കാടിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ 2 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാടിനകത്ത് തന്നെയായിരുന്നു. വളരെ റഷായിട്ടുള്ള നമ്മുടെ ഒരു ലൈഫിൽ നിന്നൊക്കെ കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐഡിലായിട്ടുള്ള സ്റ്റേയിലൊക്കെ പോയി നമ്മൾ താമസിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റിലാക്സിങ് പോയിന്റ് തന്നെയാണ്. എന്തായാലും ഈ ഒരു സ്റ്റേ ഏകദേശം 21 കിലോമീറ്റർ കാടിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വൈൽഡ് ആനിമൽ സൈറ്റിങ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേയിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യൂ പോയിന്റ്സിലേക്ക് പോകണമെങ്കിലോ ജീപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ എന്തായാലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ദിസ് ഇസ് സാം.